നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് മൊഡ്യൂളിലെ ആദ്യത്തെ പാർട്ടാണ്, ദാറ്റ് ഈസ് ഒബ്ജക്ഷൻ ഓഫ് ഗ്രാഫ്സ്. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് G1 എന്ന് പറയുന്നത് V1, E2 ആണോ, അതേപോലെ തന്നെ G2 എന്ന് പറയുന്നത് V2, E2 ആയിട്ടാണ് കിടക്കണമെങ്കിൽ ഇതിൻ്റെ യൂണിയൻ G1 ആൻഡ് G2ൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഗ്രാഫ് G3 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഈ G3 ആയിട്ട് എടുക്കുന്നത് എന്താണ്, നമ്മൾ ഈ G3ക്ക് G3യുടെ നമുക്ക് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, G1 യൂണിയൻ G2 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇതിൻ്റെ വേർട്ടെക്സ് സെറ്റ് V3 ആണ്, ആൻഡ് ഇതിൻ്റെ വേർട്ടെക്സ് സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, V1 യൂണിയൻ V2 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് സെറ്റ് E3 എന്ന് പറയുന്നത് നമുക്ക് E1 യൂണിയൻ E2 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇതിൻ്റെ G1 ആൻഡ് G2ൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഗ്രാഫ് G4 എന്ന് പറഞ്ഞെടുക്കുവാണ്. ഇതിൽ എന്താണ്, വേർട്ടെക്സും അതേപോലെ തന്നെ എഡ്ജസും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതിലുള്ള ഈ G4 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ വേർട്ടെക്സും എഡ്ജസും എന്തിലുണ്ടായിരിക്കും, G1ലും G2ലും ഉണ്ടായിരിക്കും. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, G4 എന്ന് പറയുന്നത് V1 ഇന്റർസെക്ഷൻ V2, E1 ഇന്റർസെക്ഷൻ E2 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് രണ്ട് ഗ്രാഫ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, G1 ആൻഡ് G2. ഇതിൻ്റെ റിംഗ് സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, G1 XOR G2 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ G1 XOR G2 എന്ന് പറഞ്ഞ ഗ്രാഫ്സിൻ്റെ വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് V1 യൂണിയൻ V2 ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഈ G1 ആൻഡ് G2 എന്ന് പറയുന്നതിൽ ഒന്നെങ്കിൽ G1ലുണ്ടാവും അല്ലെങ്കിൽ G2ലുണ്ടാവും, രണ്ടെണ്ണത്തിലും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് ഡിസ്ജോയിൻറ്റും അതേപോലെ തന്നെ വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റിനും പറ്റിയിട്ടാണ്. ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് G1 ആൻഡ് G2 എന്ന് പറയുന്നത് യൂണിയൻ എടുക്കുകയാണെങ്കിൽ അത് നൾ ഗ്രാഫ് ആയിരിക്കും. സോ നൾ ഗ്രാഫ് ആകുമ്പോൾ അതേപോലെ തന്നെ G1 XOR G2 is equal to G1 യൂണിയൻ G2 നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ യൂണിയൻ പറഞ്ഞ് എഴുതാൻ പറ്റും. അടുത്തത് നമ്മൾ വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്റർസെക്ഷൻ G1 ആൻഡ് G2ൻ്റെ എടുക്കുമ്പോൾ അത് എംപ്റ്റി ആയിരിക്കും. ഓക്കെ ആണോ? സോ ഇതാണ് നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് ഗ്രാഫിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്തത് എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീകമ്പോസിഷനെ പറ്റിയിട്ടാണ്. സോ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രാഫ് G is said to have been decomposed into two subgraphs G1 and G2. നമ്മുടെ കയ്യിൽ G എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫാണ്. ആൻഡ് ഇതിനെ നമ്മൾ എന്താണ് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും, ദാറ്റ് ഈസ് G1 ആൻഡ് G2. ഇത് രണ്ടെണ്ണം നമ്മുടെ എന്താണ് സബ് ഗ്രാഫ്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ സബ് ഗ്രാഫ്സ് ആണ്. ഓക്കെ, സോ if G1 യൂണിയൻ G2 is equal to G, ഈ കേസിൽ ഇവിടെ എന്താ വരുന്നത്, if G1 യൂണിയൻ G2 എന്ന് പറയുന്നത് Gയും അതേപോലെ തന്നെ G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് നൾ ഗ്രാഫ് ആണെങ്കിൽ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഒരു ഗ്രാഫ് ഡീകമ്പോസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. സോ എന്താണ്, നമ്മുടെ കയ്യിൽ G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. G1, G2 സബ് ഗ്രാഫ്സ് ആയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. ഇതിൽ രണ്ട് കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് G1 യൂണിയൻ G2 എന്ന് പറയുന്നത് Gയും G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് നൾ ഗ്രാഫും ആയിരിക്കണം. സോ നമുക്ക് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് let's start doing that. Okay, so first question is like, find the union, intersection and ring sum of the following graph. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, യൂണിയൻ കണ്ടുപിടിക്കണം, then intersection കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ റിംഗ് സം കണ്ടുപിടിക്കണം. Okay,
നമുക്ക് ഗ്രാഫുകൾ ഇനി ഞാൻ വരച്ച് കാണിച്ചു തരാം. ഗ്രാഫ്. സോ നമ്മുടെ ഫസ്റ്റത്തെ ഗ്രാഫ് I'm not good at drawing graphs and all, okay. A, B, C, D, E, ഇവിടെ V2, V1, V3, V4, V5. ഇതാണ് നമ്മുടെ G1 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫ്. ആൻഡ് this is our next graph G2 എന്ന് പറയുന്നത്. ഇവിടെ V1, V2, V3, V4, V5, V4 ഇല്ല കേട്ടോ, സോറി, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. V4 ഇല്ല. V6, this is A, G, C, H, K, L. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ആദ്യത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യൂണിയൻ ആണല്ലേ. സോ യൂണിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ G1 യൂണിയൻ G2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം വേർട്ടെക്സ് സെറ്റുകൾ എഴുതാം. വേർട്ടെക്സ് സെറ്റ് എങ്ങനെ എഴുതാം? വേർട്ടെക്സ് സെറ്റ് എഴുതാൻ എളുപ്പമല്ലേ. നമ്മൾ ആദ്യം ഇവിടെ നോക്കിയേ, V2, V3, V4, V5 ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ, V1, V2, V3, V4, ഓക്കെ, V6 ആണ് അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നത്. സോ നമ്മൾ യൂണിയനിൽ എല്ലാം എഴുതണമല്ലോ. സോ V1, V2, V3, V4, V5, V6. ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്തത് എന്താണ്? എഡ്ജ് സെറ്റ് ആണല്ലേ. എഡ്ജ് സെറ്റ് എഴുതാം. എഡ്ജ് സെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ എഴുതിക്കും. A, B, C, D, E, ഇവിടെ F ഉണ്ട്. I forgot to write. F. ഇപ്പോഴത്തെ ഗ്രാഫിൽ നോക്കിയിട്ട് എന്തൊക്കെ ഇല്ലാത്തത്? ഇതിൽ G ഉണ്ട്, പിന്നെ K ഉണ്ട്, L ഉണ്ട്, H ഉണ്ട്. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇതൊക്കെയാണ് ഇല്ലാത്തത്. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇപ്പം നമ്മൾ യൂണിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഇൻ്റർസെക്ഷൻ ആണ്. സോ നമുക്ക് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർസെക്ഷൻ ആണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് എങ്ങനെ എഴുതാം? G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇതിൽ എന്തൊക്കെ വേർട്ടെക്സ് സെറ്റ് വരുന്നുണ്ടെന്ന് എഴുതാം. ഓക്കെ. സോ ഇതിലെ വേർട്ടെക്സ് സെറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് കോമൺ ആയിട്ട് വരുന്നത് നോക്കിക്കാന്ന്. ഇതിൽ വേർട്ടെക്സ് സെറ്റിൽ V1 ഇതൊന്ന് നോക്കിക്കാം. V1 കോമൺ ആണ്, V1 കോമൺ ആണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ V2 കോമൺ ആണ്, V3 കോമൺ ആണ്, V1 ആൻഡ് V3. പിന്നെ പറയണ V5 കോമൺ ആണ്, V5 കോമൺ ആണ് അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. സോ V1, V2, V3 ആൻഡ് V5 ആണ് നമ്മുടെ കോമൺ ആയിട്ടുള്ളത്. സോ നമുക്കത് എഴുതാം. V1, V2, V3 ആൻഡ് V5 ആണ് നമ്മുടെ കോമൺ സെറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് എഡ്ജ് സെറ്റ്സ് എഴുതാം. എഡ്ജ് സെറ്റ്സ് ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, നമുക്ക് എഡ്ജ് സെറ്റ്സ് കോമൺ ആയിട്ട് വരുന്നത് A കോമൺ ആണ്, പിന്നെ C കോമൺ ആണ്, പിന്നെ വരുന്നത് എന്താ? എയും സിയും മാത്രമേ കോമൺ ആയിട്ടുള്ളൂ അല്ലേ? സോ നമുക്ക് കോമൺ ആയിട്ടുള്ളത് എഴുതാം. ദാറ്റ് ഈസ് A ആൻഡ് C എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. ഇനി നമുക്ക് അടുത്തതാണ് നമ്മുടെ
റിംഗ്സം. റിംഗ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് എഡ്ജസ് വേണ്ട. അതായത് വേർട്ടെക്സ് നമുക്ക് യൂണിയൻ്റെ അടുത്ത് എഴുതാൻ പറ്റും. വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂണിയൻ്റെ അടുത്ത് എഴുതാൻ പറ്റും. അതായത് എല്ലാ വേർട്ടെക്സും നമുക്ക് എഴുതാം. പക്ഷെ എഡ്ജ് സെറ്റ് പറയുന്നത് കോമൺ ആയിട്ടുള്ളതിൻ്റെ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് വരക്കാം. കാണിച്ചു തരാം പുറത്ത്. ഇറ്റ് ഈസ് ലൈക്ക് ഓക്കെ. സോ നമുക്കിവിടെ എ കോമൺ ആണല്ലേ, എയും സിയും കോമൺ ആയതിൽ. അപ്പോൾ ഈ രണ്ടെണ്ണം വേണ്ട. അതില്ലാത്തൊരു ഗ്രാഫ് വേറെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് V1 ഹിയർ, ദിസ് ഇസ് V3. ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ G എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സോ ഇവിടെ ബിയും ജിയും വരും. ആൻഡ് അതിന് ശേഷം വരുന്നത് സി ഇല്ലല്ലോ, D, V2, D4, F, V5, E, ദെൻ ഇവിടെ നിന്ന് മേലേക്ക് K ആൻഡ് താഴേക്ക് L. P5ക്ക് കണക്ട് ചെയ്തിട്ടാണല്ലേ പറഞ്ഞത്. L ഇവിടെ വരും. ആൻഡ് ഇതിനെ ജോയിൻ ചെയ്തിട്ട് ഒരു H ഉണ്ടല്ലേ, H. ഇത് V6. ഓക്കെ. സോ ദിസ് ഇസ് അവർ റിംഗ്സം പ്രോപ്പർട്ടി. സോ നമുക്ക് ഇതിലുള്ള എഡ്ജസ് താഴേക്ക് എടുത്ത് എഴുതാം. ഇതിലുള്ള എഡ്ജസ് എന്തൊക്കെയാണ്? ഇതിലുള്ള എഡ്ജസ് പറയണത് ബി ഉണ്ട്, എയും സിയും ആണ് ഇല്ലാത്തത്, ബാക്കിയൊക്കെ ഉണ്ട്. ഓക്കെ. സോ ബി, ടി, ഇ, എഫ്, ജി, എച്ച്, കെ, എൽ. ഓക്കെ. ഒരൊറ്റ സെക്കൻഡ്, ഒക്കെയാണ് ഉള്ളത്. ഇസ് ഇറ്റ് ഫൈൻ? ഇവിടം വരെ ഓക്കെ അല്ലേ? ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ ഞാനിപ്പോൾ ഇൻ്റർസെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ അത് ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക്. ഓക്കെ. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഇത് ഭയങ്കര ശ്രദ്ധിച്ചിരിക്കോളൂ. ഇതാണ് ഇതിലെ ഏറ്റവും, ഈ പാഠത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓയിലർ ഗ്രാഫ്. ഓക്കെ. ഓയിലർ ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഓയിലർ ലൈൻ ഓർ ഓയിലർ ടൂർ is in a connected graph is a closed walk with no repeated edges that contains all the edges of the graph. So ഇതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ നമുക്ക് ഓയിലർ ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ ഓയിലർ ടൂർ എന്ന് പറയാം. ഓക്കെ. ഇതെന്ന് പറയണത് എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ. ഇനി ക്ലോസ്ഡ് വാക്ക്, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് വാക്കാണ്. ഓക്കെ. വിത്ത് നോ റിപ്പീറ്റഡ് എഡ്ജസ്. ഇതിന് എന്താണ്? റിപ്പീറ്റഡ് എഡ്ജസ് ഇല്ല. റിപ്പീറ്റഡ് എഡ്ജസ് ഇല്ല. ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എഡ്ജസ്. ഇതിന് റിപ്പീറ്റഡ് എഡ്ജസ് ഇല്ല, പക്ഷെ എന്താണ്? കണ്ടെയ്ൻസ് ഓൾ എഡ്ജസ്. ഇതിന് എല്ലാ എഡ്ജസും പക്ഷെ ഉണ്ടാവും. ഓക്കെ. ഓഫ് ദി ഗ്രാഫ്. ഗ്രാഫിൻ്റെ ഓൾസോ ഓയിലർ ലൈൻ അല്ലെങ്കിൽ ഓയിലർ ടൂൾ എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്, ക്ലോസ്ഡ് വാക്കാണ്. ഇതിന് റിപ്പീറ്റഡ് എഡ്ജസ് ഉണ്ടാവില്ല, പക്ഷെ എല്ലാ എഡ്ജസും ഉണ്ടാവും ചെയ്യും. ഓക്കെ. എ ഗ്രാഫ് ദാറ്റ് കണ്ടെയ്ൻസ് എൻ ഓയിലർ ഗ്രാഫ്. സോ ഓയിലർ ഗ്രാഫ് എന്താണ്? സിമ്പിളായി പറയുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് ഓയിലർ ലൈൻ ദെൻ എന്താണ്? അത് ഓയിലർ ഗ്രാഫ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ. എ വേർട്ടെക്സ് ക്യാൻ അപ്പിയർ മോർ ദാൻ വൺസ്. വേർട്ടെക്സിന് എന്താണ്? റിപ്പീറ്റ് ചെയ്യാം. ഒന്നിലധികം ടൈംസ് വേർട്ടെക്സിന് വരാം. ഓക്കെ. എ യൂണികേഴ്സൽ ലൈൻ. ഓക്കെ. ഇവിടെ ഒരു പുതിയ ടേം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ്
യൂണിക്കേഴ്സൽ ലൈൻ അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറയും. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് സെമി ഓയിലർ ഗ്രാഫ് എന്ന് പറയും. സെമി ഓയിലർ ഗ്രാഫ്. ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് എന്താന്ന് ഇനി പറഞ്ഞുതരാം. is an open walk that includes all the edges of the graph without rephrasing any edges. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഓയിലർ ലൈനാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഓയിലർ ലൈനാണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓപ്പൺ വാക്ക് തന്നെയാണ്. ഇവിടെ എന്തായിരുന്നു? ക്ലോസ്ഡ് വാക്കായിരുന്നു. ഇവിടെ എന്തായി? ഓപ്പൺ വാക്കായി. ഇതില് എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കും, പക്ഷെ എഡ്ജസ് എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ റീഫ്രേസിങ് ഉണ്ടാവില്ല, തിരിച്ചു വരൽ ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ. എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ഹാസ് എ യൂണിക്കേഴ്സൽ ലൈൻ ആസ് എ യൂണിക്കേഴ്സൽ ഗ്രാഫ്. ഒരു കണക്റ്റഡ് ഗ്രാഫ്, യൂണിക്കേഴ്സൽ ലൈൻ ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് മറക്കരുത്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഞാനൊരു ഗ്രാഫ് വരച്ചു കാണിച്ചത്. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ. ഇതിൽ ഓൾ ദ എഡ്ജസ് ആർ ഈവൻ നമ്പർ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ എഡ്ജസും എന്താണ്? ഈവൻ നമ്പർ ആണ് അല്ലേ? ഈവൻ നമ്പർ ആണ്. സോ ഈവൻ നമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓയിലർ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ. ഓയിലർ ലൈൻ ഇതിൽ എന്താണ്? വി ക്യാൻ ചെക്ക് ലൈക്ക് 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 1, 3, 5, 7, 9, 11, 1. ഓക്കെ. ഇപ്പം ഇതിൽ എല്ലാ എഡ്ജസും പോയി. വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി, പക്ഷെ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടോ? നമ്മൾ പോയ ഓയിലർ ലൈൻ്റെ ഞാനിവിടെ എഴുതി തരാം എന്താണെന്ന്. ഓയിലർ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ പോയി. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വഴികളിലൂടെയാണ് പോയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ 1, 3 അങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. സോ 1, 3, 5, 7, 9, 11 ഇവിടെ നിന്ന് 1ലേക്ക് തിരിച്ചെത്തി. ഓക്കെ. ദിസ് ഇസ് യുവർ പാത്ത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. സോ ഞാൻ വേറൊരു ഗ്രാഫ് കാണിച്ചു തരാം. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ I'm not good at drawing, so don't feel bad. Like എനിക്ക് നേരെ വരക്കാറില്ല, അപ്പോൾ തോന്നി വരി വരച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണ്ട. എ ബി ഡി സി, എവിടെ സി, പിന്നെ ഡി ഇ എഫ് ജി എച്ച് ഐ കെ. ഓക്കെ. ഈ പോയിന്റിനാണ് കെ പറയണത്. സോ നമുക്ക് ഇതിൽ എങ്ങനെ എഴുതാം? ഇതിൽ എല്ലാതും പോയി വരണം എന്നേ ഉള്ളൂ. സോ നമുക്ക് ഒരു റഫ്, ഒരു സെക്കൻഡ്,
ഇതിൽ ജെ മാർക്ക് ചെയ്യാൻ ഇത് നമുക്ക് ജെ ആക്കി എടുക്കാം. സോ ഇതിൽ നമുക്ക് പോയി വരണമല്ലോ. സോ ഞാൻ എടുക്കുന്നുണ്ട് ജെ എ ബി സി ഡി ഡി ഇ എഫ് That is it. Let me erase this one. Shit, what the hell? Okay, I will do it once again. നമ്മൾ ജെന്ന് തുടങ്ങി ജെ എ ബി ഡി ഡിന്ന് ഇയിലേക്ക് വന്നു, ഇയിൽ നിന്ന് ജിയിലേക്ക് വന്നു, ജിയിൽ നിന്ന് നമുക്ക് ഐക്ക് പോവാം, ഐന്ന് കെക്ക് പോവാം, കെന്ന് ജിക്ക് പോവാം. നമ്മുടെ ആദ്യത്തേത് കഴിഞ്ഞു കേട്ടോ. ഇനി ജെന്ന് ബിയിലേക്ക് പോവാ, ബിയിൽ നിന്ന് സിയിലേക്ക് പോവാ, സിന്ന് ഡിക്ക് വരിക, ഡിയിൽ നിന്ന് കെക്ക് പോവാ. നമ്മുടെ ഹാഫ് പാർട്ട് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇയിലേക്ക് പോവാ, ഇന്ന് എഫ്ക്ക് പോവാ, ജിക്ക് പോവാ, ജിയിൽ നിന്ന് ഐയിലേക്ക് പോവാ, ഐയിലേക്ക് പോയതിനു ശേഷം ജിക്ക് തിരിച്ചു വരാം. So it is not right. Wait a second. I will do once again. J A B D J It is like I will do something. ഞാൻ എൻ്റെ രീതിയിലൊന്ന് വരച്ച് നോക്കട്ടെ. ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഈ വർക്ക്. സോ നമുക്ക് ഇതെങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ ഇപ്പോൾ പോയ വഴിയൊന്ന് പറഞ്ഞതേ. ജെ എ ബി ഡി ഇ കെ ഇ എഫ് ജി, അയ്യോ ഇങ്ങനെയല്ലല്ലോ ഞാൻ പോയത്. ജെ എ ബി ഡി ഈ കെ ഇല്ല അല്ലേ, കെ വഴിയല്ല പോയത്, ജസ്റ്റ് ഇങ്ങനെ പോയത്. ഓക്കെ, സോ ഇ നിന്ന് ഐ വെൻ ടു ജി, എച്ച് ഐ കെ, കെയിൽ നിന്ന് ഐ വെൻ ടു ജെ, then B, C, D, K, E, F, G, I, G, I, പിന്നെ അവിടെ നിന്ന് J. This is the way I went. സോ ഒരു ഓയിലർ ലൈൻ്റെ ഒരു ഐഡിയ എന്താ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെമിഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഐ വിൽ ഡു എ ഗ്രാഫ്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ആൻഡ് എ ബി സി ഡി ഇ, ആൻഡ് ഇത് നമുക്ക് എന്താ കാണിക്കേണ്ടത്? യൂണിക്കേഴ്സൽ ലൈനാണ് കാണിക്കേണ്ടത്. യൂണിക്കേഴ്സൽ ലൈൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, അതായത് ഒരു എക്സാമ്പിളായിട്ട് അവിടെ കാണിച്ചു തരാം, അപ്പം കുറച്ച് മനസ്സിലാവും. ഇതിലിപ്പോൾ യൂണിക്കേഴ്സൽ ലൈൻ എങ്ങനെ അടിക്കാം? എ ബി ഡി എ സി ഡി ഇ ബി, അങ്ങനെയാണ് വരുന്നത്. സോ ഞാനത് എഴുതിത്തരാം. എ ബി ഡി എ സി ഡി ഇ, ഓക്കെ ആണ്. ഇനിയാണ് ഇപ്പം നമ്മൾ ഓയിലർ ഗ്രാഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കണം. ഇറ്റ് ഈസ് ലൈക്ക് കുറച്ച് ഉണ്ട്. സോ അത് ശരിക്കും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കെൻ ആസ്ക്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ, ഇത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. ദാറ്റ് ഈസ്
ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ടോണിയൻ ഗ്രാഫ് ഇത് നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൊഡ്യൂൾ 2-ല്. സോ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ഇതെന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ഇസ് ഡിഫൈൻഡ് ആസ് എ ക്ലോസ്ഡ് വാക്ക്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ക്ലോസ്ഡ് വാക്കായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലോസ്ഡ് വാക്കായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ട്രാവേഴ്സ് എവറി വേർട്ടെക്സ്. ഇതിൽ എവറി വേർട്ടെക്സിൽ കൂടെ ട്രാവേഴ്സ് ചെയ്യും. അവിടെ അപ്പുറത്ത് എന്തായിരുന്നു? ഈ ഓയിലർ ഗ്രാഫിൽ എന്തായിരുന്നു? എഡ്ജസിൽ കൂടെ ആയിരുന്നു പോയിരുന്നത്. ഇവിടെ എല്ലാ വേർട്ടെക്സിൽ കൂടെ പോവും ഓഫ് ദ ഗ്രാഫ് എക്സാക്ട്ലി വൺസ്. എക്സാക്ട്ലി വൺസ് എല്ലാത്തിൽ കൂടെയും പോവും. എക്സെപ്റ്റ് ഫോർ ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് at which the walk terminates. ഓക്കെ, പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് വ്യത്യാസമുണ്ട്. സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് കൂടെ പിന്നെയും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ഇതിന് എക്സെപ്ഷൻ ആണ്. ബാക്കി എല്ലാത്തിൽ കൂടിയും പോകും. എ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഓക്കെ, ഈ ഗ്രാഫ് എപ്പോഴാവുക? അതിലൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിലാണ് ആവുക. എ ഹാമിൽട്ടോണിയൻ പാത്ത് ഇസ് എ പാത്ത് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ വേർട്ടിസസ് ഓഫ് ദ ഗ്രാഫ് എക്സാക്ട്ലി വൺസ്. സോ അടുത്തതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ പാത്ത് പറയുന്നത്. ഹാമിൽട്ടോണിയൻ പാത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ എല്ലാ വേർട്ടിസസും ഒറ്റവട്ടം ഉണ്ട് എങ്കിൽ, എവറി വേർട്ടെക്സ് എക്സാക്ട്ലി വൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാത്തിനെ ഹാമിൽട്ടോണിയൻ പാത്താന്ന് പറയാൻ പറ്റും. എനിക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് One, 2, 3, 4, 5, 6, 7, 8. Okay. 6, 2, 3, 7, 8, 4, 1, 5, 6. ഓക്കെ, അതായത് വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ ഈ കേസിൽ, അത് ശ്രദ്ധിച്ചോളാം. സോ ഇതിൽ 6, 2, 3, 7, 8, 4, 1, 5, 6. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ വേർട്ടെക്സിൽ വന്ന് നിന്നാൽ മതി, അത് കുഴപ്പമില്ല. ബാക്കിയിൽ ഒരെണ്ണം പോലും എന്താണ്? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ദാറ്റ് ഈസ് ഡ്രോ എ ഗ്രാഫ് ദാറ്റ് ഹാസ് എ ഹാമിൽട്ടോണിയൻ പാത്ത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ പാത്ത് വേണം, ബട്ട് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടാവരുത്. പാത്ത് വേണം, പക്ഷെ സർക്യൂട്ട് ഉണ്ടാവരുത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് ആൻസർ ആയിട്ട് സിംപ്ലി നമുക്ക് വരക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫ് പറയണത് ഇതാണ്. 1, 2, 3, 4, 1, 2, 3, 4. ഇതിൽ നോക്കിക്കേ, ഇവിടെ നിന്ന് പോയി ഇവിടെ വന്നു, ഇവിടെ വന്നു, ദെൻ ഇങ്ങോട്ട് എത്തി. ഓക്കെ, ഇവിടെ സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളിവിടെ 2 റിപ്പീറ്റ് ചെയ്ത് വന്നാലേ സർക്യൂട്ട് ആവുള്ളൂ. ഇത് ഹാമിൽട്ടോണിയൻ പാത്ത് മാത്രമേ ആവുള്ളൂ. ഇനി വേറെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സോ നമുക്ക് ഓയിലർ ആയിരിക്കണം, പക്ഷെ ഹാമിൽട്ടോണിയൻ ആവരുത്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹാമിൽട്ടോണിയൻ ആവണം. വെയിറ്റ്, ഐ വിൽ റൈറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മയിൽ വെക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടോ? ഓക്കെ,
ഇ എച്ച് ഇ എച്ച് ഞാൻ അങ്ങനെ എഴുതി പോകുന്നുണ്ട്. ഹാമിൽട്ടോണിയൻ ആവണം, ഓയിലർ ആവരുത്. ഇവിടത്തെ കേസിൽ രണ്ടും ആവണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഷുഡ് ബി രണ്ടും ആവരുത്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഇപ്പുറത്ത് ഡയഗ്രാം വരയ്ക്കാം. ഓയിലർ ആവുന്ന ഗ്രാഫ് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നത് ഈ സാധനം. ഓക്കെ, 1 2 3 4 5. ഹാമിൽട്ടോണിയൻ ആവണം പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഗ്രാഫ്. യു ക്യാൻ ജസ്റ്റ് ഡ്രോ ദിസ് വൺ. 1 2 3 4. ഓക്കെ, ഇനി രണ്ടും ആവണം എന്നുള്ളത് സിംപ്ലി യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. രണ്ടും ആവരുത് എന്നുള്ളത് യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെ വരച്ചാൽ തെറ്റാവും. ഇവിടെ ഒരെണ്ണം വരച്ചാൽ മാത്രമാണ് ഇത് മറ്റേ പോലെ ആവുള്ളൂ കേട്ടോ. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ സ്റ്റഡിങ് അബൌട്ട് ദിസ്. ലൈക്ക് ഓയിലർ ആണ് പക്ഷെ ഹാമിൽട്ടോണിയൻ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ടു ട്രയാങ്കിൾ ഇൻവേഴ്സ്ലി ആൻഡ് ജോയിൻ ഇറ്റ്. അടുത്തത് ഹാമിൽട്ടോണിയൻ ആവണം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ദ ട്രയാങ്കിൾ പാർട്ട് രണ്ടെണ്ണം ആൻഡ് ബി കെയർഫുൾ വിത്ത് ദിസ് വൺ. ദെൻ ഒരു റെക്റ്റാങ്കിൾ വരച്ച് വെച്ചാൽ സിമ്പിളായിട്ട് രണ്ടുമുള്ള കേസ് കിട്ടി. രണ്ടും അല്ല എന്നുള്ള കേസ് ഇൻവേഴ്സ്ലി വരച്ച ട്രയാങ്കിൾ പക്ഷെ നടുക്കൊരു കുത്തിറ വറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നമ്മൾ പാടത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. സോ നമുക്ക് കുറച്ച് കഷി പോകേണ്ടി വരുമോ എന്നൊരു ഡൗട്ട്. സോ ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, സോ ഇവിടെ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ എ ഗ്രാഫ് ജി ഗിവൻ ബിലോ. നമുക്കൊരു ഗ്രാഫ് ജി ഉണ്ട്. ഈസ് ജി ആൻഡ് ഓയിലർ ഗ്രാഫ്. നമുക്ക് ആദ്യം പറയേണ്ടത് ഈ ജി എന്ന് പറയുന്നത് ഓയിലർ ഗ്രാഫ് ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇഫ് യെസ് റൈറ്റ് ആൻ ഓയിലർ ലൈൻ. ഇത് യെസ് ആണെങ്കിൽ എന്ത് വരയ്ക്കണം? നമുക്ക് ഓയിലർ ലൈൻ കൂടി വരയ്ക്കണം, ജിയിൽ നിന്ന് വരയ്ക്കണം. സോ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ്. സോ ഇതാണ് നമ്മുടെ ഓയിലർ ഗ്രാഫ്. സോ ഓൾ ദ വാട്ടേഴ്സ് ഓഫ് ദി ജി ആർ ഓഫ് ഈവൻ ഡിഗ്രി. നമുക്കിത് സിംപ്ലി ഇങ്ങനെ നോക്കാം. ഇവിടെ 1 2 ഇത് 2 ആണ്. ഇവിടെ 1 2 3 4 ആണ്. ഇത് 2 ആണ്. ഇത് 2 ആണ്. ഇത് 4 ആണ്. ആൻഡ് ദിസ് ഇസ് 2. സോ ഇതിൽ നോക്കുകയും എല്ലാം ഈവൻ ഡിഗ്രി ആണ് അല്ലേ? ഈവൻ ഡിഗ്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഓയിലർ ഗ്രാഫ് ആയിരിക്കും. സോ നമുക്കിതിൽ ഓയിലർ ലൈൻ എടുക്കാൻ പറ്റുമോ നോക്കിക്കേ. ഓയിലർ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ എഡ്ജസും റിപ്പീറ്റ് ചെയ്യണം. അല്ല, എഡ്ജസ് ഉണ്ടായിരിക്കണം, റിപ്പീറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം എ. എ ബി വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, എ ബി നിൽക്കട്ടോ, നമുക്ക് വേറെ വഴി കൊടുക്കാം. ഐ വിൽ ജസ്റ്റ് ഡ്രോ ദിസ്. ലൈക്ക് ഇവിടെ നിന്ന് ഞാൻ വരച്ചു തുടങ്ങാം. അപ്പം എനിക്ക് കുറച്ച് മനസ്സിലാവും. ഇ ഡി സി ഡി, ഡിയിൽ നിന്ന് ഞാൻ ഡിയിലേക്ക് പോയി, ഇവിടെ എഫ് എ വന്നു, തിരിച്ചു വന്നു, ഇത് കൂടെ പോയി ഇവിടെ പോയി. സോ നമുക്കിത് എഴുതി കാണിച്ചു തരാം ഞാൻ. ഇ ഡി സി ബി ഡി എഫ് ബി ആൻഡ് എ ആൻഡ് അത് ഇവിടെ നിന്ന് ബാക്കിലേക്ക് വന്നു. സോ ഇത് രണ്ടും വന്നു. ഓയിലർ ഗ്രാഫ്, ഓയിലർ ലൈനായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട്
then body, question B. From the following graph നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? V1 to V4 ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം വാട്ട് വി ഹാവ് ടു ഫൈൻഡ്? വി ഹാവ് ഓൾസോ ഫൈൻഡ് ഓയിലർ ലൈനും കൂടി കണ്ടുപിടിക്കണം. സോ നമുക്ക് ആൻസർ എഴുതാം. സോറി ഐ ജസ്റ്റ് ഇംപ്രൂവ് ദ ഗ്രാഫ് റൈറ്റ്. ഞാൻ അത് ഗ്രാഫ് വരച്ചുതരാം. ഗ്രാഫ് പറയുന്നത് ഫസ്റ്റ് ലെറ്റ്സ് ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ട്രയാങ്കിൾ. ദിസ് ഈസ് ദ ഗ്രാഫ്. So V1, V2, V3, V4, V5 and V6. So നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് V1-ൽ നിന്ന് V4-ലേക്ക്. Obviously it will be the shortest path, right? വേറെ ഷോർട്ടസ്റ്റ് പാത്ത് ഇല്ല. I find the shortest path. So ഈ ഷോർട്ടസ്റ്റ് പാത്ത് പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് is V1, V3, V4. അല്ലെങ്കിൽ ഇത് കൂടിയും പോകാമല്ലോ അല്ലേ? V1, V5, V4 ഈ രണ്ടും ഷോർട്ടസ്റ്റ് പാത്ത് കേസാണ്. ഇനി നമുക്ക് ഓയിലർ ലൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോകാമല്ലോ. സോ ഞാനിവിടെ ഓയിലർ ലൈൻ എഴുതുന്നുണ്ട്. V6, V5, V1, V3, V5, V4, V3, V2, V1, V6. So this is our Euler line. Okay. സോ ഇതെന്ന് പറയുന്നത് ഒരു ഓയിലർ ഗ്രാഫാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ 2ഉം 3, 4ഉം ആണ് ഡിഗ്രി വരുന്നത്. സോ ഒബ്വിയസ്ലി ഇതെന്ന് പറയുന്നത് ഒരു ഓയിലർ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ സിമ്പിൾ കൺക്ലൂഷൻ ഫ്രം ദിസ്. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂവ്സ് ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ നമ്മൾ ആദ്യത്തെ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക വെച്ചാൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ കുറച്ച് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ കിട്ടും. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇത് 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. സോ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. സോ